പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുന്ന പോലെ എപ്പോഴും നമുക്ക് സന്തോഷിക്കാൻ കഴിയും. അതായത് നമ്മളൊന്ന് ചിരിക്കുന്നതും നമ്മൾ നമ്മുടെ വീട്ടിൽ ഒന്ന് ഉറക്കെ സന്തോഷിക്കുന്നതും പിശാചിന് ഇഷ്ടമല്ല, അസൂയുള്ള സമൂഹങ്ങൾക്ക് ഇഷ്ടമല്ല. എന്നാൽ ദൈവവചനം മാത്രമാണ് പറയുന്നത് എപ്പോഴും സന്തോഷിക്കുക. എപ്പോഴും സന്തോഷിക്കണമെങ്കിൽ പൗലോസ് പറയുന്നത് കർത്താവിലേ കഴിയും. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. അതിൻ്റെ അർത്ഥം ബന്ധങ്ങളിൽ സന്തോഷിച്ചാൽ അത് പിന്നീട് കണ്ണുനീരാകും. സ്വന്തങ്ങളിലും ബന്ധങ്ങളിലും സന്തോഷിക്കുന്നവരുണ്ട്, അതെല്ലാം വിനയായിട്ട് മാറും. കൂട്ടുകാരിൽ സന്തോഷിക്കുന്നവരുണ്ട്, നാളെ നിന്റെ കാശ് പോകുന്നതല്ലാതെ ഇതുകൊണ്ട് പ്രയോജനങ്ങളൊന്നുമില്ല. പണത്തിലും സൗകര്യങ്ങളിലും പദവികളിലും സന്തോഷിക്കുന്നവരുണ്ട്, ഇതൊന്നും തുടരാൻ കഴിയുന്ന ഒന്നാകണമെന്നില്ല. എന്നാൽ കർത്താവിൽ സന്തോഷിക്കുന്നവർക്ക് ഇതെല്ലാം ജീവിതത്തിൻ്റെ അവസാനം വരെ പടിപടിയായിട്ട് വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ ഈ കർത്താവ് വിശ്വസ്തനാണ്. തൻ്റെ അടുക്കൽ വരുന്നവർക്ക്, തൻ്റെ മക്കൾക്ക്, കർത്താവിൽ സന്തോഷിക്കുന്നവർക്ക്, കർത്താവിൽ ആനന്ദിക്കുന്നവർക്ക് കർത്താവ് വെച്ചിരിക്കുന്ന നന്മകൾ അനവധിയാണ്. അതുകൊണ്ട് ദൈവം മോശയെ അയച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ജനത്തെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നീ കൂട്ടിക്കൊണ്ടുപോകണം. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടതാണ്, അവരുടെ നിലവിളി ഞാൻ കേട്ടതാണ്, ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇനി അവർ സന്തോഷിക്കണം. ഒത്തിരി കരഞ്ഞവരാണ്, ഒത്തിരി വേദനിച്ചവരാണ്. അവർ പാലും തേനും ഒഴുകുന്ന ദേശത്ത് സന്തോഷിക്കണം. എന്നാൽ അവരെന്നിൽ സന്തോഷിച്ചാൽ ഈ സന്തോഷം തുടരും. എന്നാൽ കനാനിൽ ചെന്നിട്ടും അവർ കർത്താവിൽ സന്തോഷിച്ചില്ല. അതുകൊണ്ട് പാലും തേനും അവർക്ക് അന്യമായി പോയി, ഭൂമിയുടെ അറ്റത്തോളം അവർ ചിതറിപ്പോയി. അറിയണം, കർത്താവിൽ സന്തോഷിച്ചപ്പോൾ അവർക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. കർത്താവിൽ സന്തോഷിക്കുന്നവർക്ക് നന്മകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. കർത്താവിൻ്റേതാണ് സകലതും. തന്നെ സ്നേഹിക്കുന്നവർക്ക് താൻ വസ്തുവക അവകാശമാക്കി കൊടുക്കുന്നു എന്ന് സദൃശ്യവാക്യത്തിൽ പറയുന്നു. അപ്പോൾ കർത്താവിനെ സ്നേഹിച്ച് കർത്താവിൽ സന്തോഷിക്കുന്നവർക്ക് ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹത്തിന് പരിമിതികളില്ല. ഈ നല്ല യേശുവിനെ ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു താതനാ. പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു താതനാ. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയോ. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ
കർത്താവേ ആടിപ്പീണരിൽ കണ്ടു സ്നേഹത്തെ അത്ഭുതമാം നിൻ പൂർണ്ണതയെ ആടിപ്പീണരിൽ കണ്ടു സ്നേഹത്തെ സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ പകരം എന്തു നൽകും ഞാനിനി എന്നാരോഗ്യം നൽകുന്നു താതനായി പകരം എന്തു നൽകും ഞാനിനി എന്നാരോഗ്യം നൽകുന്നു താതനായി നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കായി ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കായി നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കായി ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കായി പകരം എന്തോ നൽകും ഞാനിനി അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ പകരം എന്തോ നൽകും ഞാനിനി അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ പകരം എന്തോ നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു താതനായി പകരം എന്തോ നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു താതനായി. ഭാവിയെക്കുറിച്ചൊന്നും മനസ്സിലാകാതെ എൻ്റെ നാളെ എന്താകും എന്ന് ഒരു പിടുത്തവും കിട്ടാതെ ഇരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്താണ്? അതായത് ഭാവിയെക്കുറിച്ചൊന്നും മനസ്സിലാകുന്നില്ല, മുന്നിൽ ഒന്നും കാണാൻ കഴിയുന്നില്ല. അവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, നമ്മെ വിളിച്ച ദൈവത്തെ വിശ്വസിക്കുക മാത്രം ചെയ്യുക. അതായത് കർത്താവ് എൻ്റെ ഇടയനാണ്, എനിക്ക് മുട്ടുണ്ടാവുകയില്ല എന്ന് ദാവീദ് എഴുതിയപ്പോൾ ആ ഭാഗത്ത് തന്നെ നമുക്ക് ധ്യാനിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും, ആടുകൾക്ക് ദൂരക്കാഴ്ചകളില്ല. അതുകൊണ്ടാണ് ആടുകളായിട്ട് നിങ്ങൾ ആടുകളും ഞാൻ ഇടയനുമെന്ന് യേശു പറഞ്ഞത്. ഞാൻ നല്ല ഇടയനെന്ന് പറഞ്ഞു. പുറത്തേക്ക് കൊണ്ടുപോയി മേച്ചിലിലേക്ക് കൊണ്ടുപോകുന്നു. നല്ല ഇടയൻ നല്ല ഇടത്തേക്ക് കൊണ്ടുപോകുന്നു. ചെന്നായ്ക്കൾ വരുമ്പോൾ ഇട്ടേ ചോടില്ല. ജീവൻ ചെന്നായി എടുത്താലും ആടിൻ്റെ ജീവൻ എടുക്കാൻ അനുവദിക്കാത്ത ഒരിടയൻ. ഇതാണ് യേശു പരിചയപ്പെടുത്തുന്ന നല്ല ഇടയൻ. അപ്പോൾ ഇടയന് ദൂരക്കാഴ്ചയുണ്ട്. കൂരിരുൾ താഴ്വരയ്ക്കപ്പുറത്തുള്ള പച്ചയായ പുൽപ്പുറവും സ്വസ്ഥതയുള്ള വെള്ളവും ഈ ഇടയൻ കാണുന്നുണ്ട്. ആടുകൾ കാണുന്നത് തൊട്ട് മുമ്പിലുള്ള കുറച്ച് പുല്ല്, തൊട്ടരികിൽ ഒരു വെള്ളം കണ്ട അത്രേ. അതിനപ്പുറത്തേക്ക് കാണാനുള്ള ദൂരക്കാഴ്ചയില്ല. എന്നാൽ ഈ ആടുകൾക്ക് വളരെ വ്യക്തമായി കേൾക്കാൻ കഴിയുന്ന ഒരു സ്വരമുണ്ട്. അത് ഇടയൻ്റെ സ്വരമാണ്. ഈ ആടുകൾക്ക് വ്യക്തമായി ഈ ഇടയൻ്റെ ഗന്ധം ശ്വസിക്കുവാൻ കഴിയും. ഈ ആടുകൾക്ക് ഈ ഇടയനെ മുട്ടി ഉരുമുവാൻ കഴിയും. ഈ ആടുകൾക്ക് ഇടയൻ്റെ മടിയിൽ കിടക്കാൻ കഴിയും. തള്ളയാടുകളെ പതുക്കെയും
കുഞ്ഞാടുകളെ തോളിലും വെച്ചുകൊണ്ട് നടക്കുന്നവൻ എന്നാണ് യെശയ്യാവിൽ പറയുന്നത്. കുഞ്ഞാടുകളെ തോളിലും തള്ളയാടുകളെ അതിൻ്റെ വയറ്റിൽ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് പതുക്കെയും നടത്തുന്നു. അതുതന്നെ യാക്കോബ് പറയുന്നുണ്ട്. ഏശാവ് വന്നിട്ട് പറഞ്ഞു, നമുക്ക് വേഗത്തിൽ പോകാം. ഇല്ല, യജമാനൻ പൊയ്ക്കോ, എൻ്റെ കൂടെയുള്ള പല ആടുകളും പ്രസവിക്കാറായതാണ്. കൂടുതൽ അതിനെ സ്പീഡിൽ ഓടിച്ചാൽ അത് വഴിയിൽ ചത്തുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ അവയുടെ വേഗതയെ അറിയാം, അവയുടെ ഒപ്പം ഞാൻ എത്തിക്കോളാം. അതാണ് നല്ല ഇടയൻ. യാക്കോബിൻ്റെ ആട്ടിൻകൂട്ടം ഇരട്ടി പങ്കുള്ള ഇരട്ടിയായ ആട്ടിൻകൂട്ടമായിട്ട് ലാബാൻ്റെ അടുത്തുനിന്ന് വരുന്ന ഈ യാക്കോബ് പറയാണ്, ഈ ആടുകൾ വേഗത കൂടിയാൽ ചത്തുപോകും. അതുകൊണ്ട് ഞാൻ അവരുടെ വേഗതയിൽ ഞാൻ വരുന്ന ഇടയനാണ്. യജമാനൻ പൊയ്ക്കോ, ഏശാവിനോട് പറഞ്ഞു, ഞാൻ ഈ ആടുകൾക്കൊപ്പം നടന്നു വരാം. ഇതാണ് കർത്താവ് ചെയ്യുന്നത്. നമുക്ക് ഒരു പരിധിക്ക് കൂടുതൽ വേഗത കൂടിയാൽ ചാകുമെന്നും തീർന്നു പോകുമെന്നും നമ്മുടെ സ്വർഗത്തിനറിയാം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വേഗതയെ കുറച്ച് നമ്മുടെ വേഗതയിലേക്ക് ഇറങ്ങി വന്നവനാണ് നല്ല ഇടയൻ. കർത്താവിനെ നമ്മൾ അറിയുമ്പോൾ നാം കർത്താവിനെ ആരാധിച്ചു. അപ്പോൾ നമ്മെ തള്ളയാടിനെ എങ്ങനെ നടത്തണം, കുഞ്ഞാടുകളെ എങ്ങനെ നടത്തണം അവനറിയാം. ഈ ആടുകൾക്ക് വലിയ കാഴ്ചയില്ലെന്നറിയാം. ഈ ആടുകൾക്ക് നല്ലത് ഞാൻ കണ്ടെത്തി കൊടുത്തില്ലെങ്കിൽ ഇവ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും തിന്ന് വിഷക്കായി തിന്ന് മരിക്കാൻ സാധ്യതയുണ്ട്. ഞാനൊക്കെ ചെറുതായിരിക്കുന്ന കാലത്ത് ഞങ്ങളൊക്കെ വീടിൻ്റെ മുൻപിൽ ഈ വേലിപ്പത്തലായിട്ട് നിന്നിരുന്ന റബ്ബർ എന്ന് പറയും. അതിനെ റബ്ബർ എന്നാണ് പറയുന്നത്. ഈ കിഴക്കുള്ള പത്തനംതിട്ടയിലെ റബ്ബറല്ല, അല്ലാതെ വേലിക്കിടുന്ന ഒരു റബ്ബറിൻ്റെ കമ്പ്, റബ്ബർ എന്ന് അതിനെ പറയുന്നു. അതിൻ്റെ ഇലയുടെ പ്രത്യേകത, ഈ ഇലയ്ക്ക് ചറമുണ്ട്, റബ്ബറിൻ്റെ ചരം പോലെ. അതിൽ നിന്ന് വരുന്ന ചറം റബ്ബർ പോലെ വലിയും. അതിൻ്റെ ചറം കുറേ എടുത്താൽ നമുക്കൊരു ഉണ്ട പോലെയാക്കാം. എന്നാൽ അത് തൊണ്ടയിൽ കുരുങ്ങിയാൽ ആടുകൾ ചാകും. ഞാൻ കണ്ടിട്ടുണ്ട് അറിയാതെ കെട്ടഴിഞ്ഞു പോയ ആടുകൾ ഈ ഇല തിന്നിട്ട് ചത്തത്. എന്നാൽ ഈ കെട്ടഴിഞ്ഞു പോയപ്പോഴാണ് ഈ ആടുകൾ ചത്തത്. എന്നാൽ ഇടയൻ കെട്ടിയിട്ട സമയത്ത് ഈ ആടുകൾ ചത്തില്ല. എവിടെയാണ് ഈ വിഷ ചെടികളില്ലാത്തത്, മരണമില്ലാത്തത്, ഇടയന് മാത്രമേ അറിയൂ. അതുകൊണ്ട് ഇടയൻ്റെ കൺട്രോളിൽ ജീവിക്കുന്നത് ആണ് നമ്മുടെ സ്വാതന്ത്ര്യം. അതായത് യേശുവിൻ്റെ അധികാരത്തിൻ്റെ കീഴെ, കർത്തൃത്വത്തിൻ്റെ കീഴെ നമ്മൾ സ്വതന്ത്രരാണ്. നമുക്ക് മരണമില്ല. അതുകൊണ്ട് യേശു പറയും, എൻ്റെ നുകം മൃദുവാണ്, എൻ്റെ ചുമട് ലഘുവാണ്. യേശു തരുന്ന നുകം അത് നമുക്ക് മൃദുലമാണ്. നമ്മെ എവിടെ കൊണ്ടുപോകണമെന്ന് കർത്താവിന് അറിയാം. ഒരുപക്ഷെ ഒരു കൂരിരു താഴ്വരയിലൂടെ ഒരു യാത്ര ചെയ്താൽ കഴിഞ്ഞാൽ മാത്രമേ അങ്ങകലെയുള്ള പച്ചയായ പുൽപ്പുറത്തെത്തൂ. അതുകൊണ്ട് ഒരു സാഹസം പിടിച്ച യാത്രയാണ്. എന്നാൽ ആ യാത്രയിൽ ഇടയനറിയാം, ആ വഴിയെ പോയാൽ പേടിക്കണ്ട, ഒന്നും ഈ കുഞ്ഞാടുകളെ തൊടുകയില്ല. ഈ കൂരിരു താഴ്വരയിലൂടെ പോകുമ്പോൾ ഈ ആടുകൾക്കറിയില്ല ഇനി ഒരു കര പറ്റുമെന്ന്. ഇത് എങ്ങോട്ടാണെന്ന് പോലും അവർക്കറിയില്ല. എന്നാൽ ഒരു കാര്യം ഇടയനറിയാം. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ഞാൻ ഏത് കൂരിരു താഴ്വരെ കൂടി പോയാലും എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് വ്യക്തമല്ലാത്ത, മുന്നിൽ കാണുന്ന കാഴ്ചകൾ ഒന്നും മനസ്സിലാകാത്ത സമയത്ത്, നാളെ എന്താണെന്ന് അറിയാത്ത സമയത്ത് പേടിക്കേണ്ട. ദൈവത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുക. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ അബ്രഹാം, ദൈവം പറഞ്ഞു, നിന്റെ സ്വന്തം ഭവനത്തെ വിടുക, ചാർച്ചക്കാരെ വിടുക, പിതൃദേശത്തെ വിടുക, എനിക്ക് നിന്നെ വലിയൊരു ജാതിയാക്കണം, എനിക്ക് നിന്റെ പേരൊന്ന് വലുതാക്കണം, നിന്നിൽ ഭൂമിയിലുള്ളവരെല്ലാം അനുഗ്രഹിക്കപ്പെടണം, നീ ഒരു അനുഗ്രഹമാകണം. ചിലത് വിട്ടാലേ നിന്നെ എനിക്ക് അതുപോലെ കൊണ്ടുവരാൻ കഴിയും. നിന്റെ പിടി എന്തിലൊക്കെ കിടപ്പുണ്ട് കുഞ്ഞെ, അതുകൊണ്ട് വിടാൻ ഞാൻ നിന്നോട് പറയുന്നു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അവൻ പുറപ്പെട്ടു എന്നാണ് വായിക്കുന്നത്. ദൈവം അവനോട് പറഞ്ഞ വഴിക്ക് പോയിട്ട്
അവൻ അവിടെയെല്ലാം ദൈവത്തെ ആരാധിച്ചു എന്നാണ്. അതായത് ഒരുവൻ വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അവൻ ആരാധിക്കുന്നത്. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് എന്താണ്? 1, അവൻ പുറപ്പെട്ടു. 2, ആരാധന. അതായത് പുറപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിച്ചു. ആരാധന എന്ന് പറഞ്ഞാൽ ദൈവത്തെ ബഹുമാനിക്കുകയാണ്. എൻ്റെ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്, എൻ്റെ ദൈവം മതിയായവനാണ്, എൻ്റെ ദൈവം എന്നെ കൈവിടില്ല, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. ഇതാണ് ആരാധന. എൻ്റെ ദൈവം നല്ലവൻ, എൻ്റെ ദൈവം വിശ്വസ്തൻ, ഒരു നിമിഷം കൊണ്ട് എൻ്റെ ജീവിതം മാറ്റിമറിക്കാൻ കഴിവുള്ളവൻ. അതാണ് അബ്രഹാം ആ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. 2 വിശ്വാസത്തിൻ്റെ ചുവടുകൾ വെച്ചു. 3 അവൻ ദൈവത്തെ ആരാധിച്ചു. 4-ാമത്തെ കാര്യം ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിലാണ് കിടക്കുന്നത്. അവൻ അവനെക്കുറിച്ച് തന്നെ വിശ്വാസം പറഞ്ഞു. അവൻ്റെ ഭാര്യയെക്കുറിച്ചും വിശ്വാസം പറഞ്ഞു. ഞാൻ ഇനി മുതൽ അബ്രാമല്ല, ഞാൻ ഇറങ്ങിയപ്പോൾ ഒരു അബ്രാമായിരുന്നു, ഇനി മുതൽ ഞാൻ അബ്രാമല്ല, ഞാൻ അബ്രഹാമാണ്. എൻ്റെ ഭാര്യ ഇനി മുതൽ ഒരു സാറായി അല്ല, സാറയാണ്, രാജകുമാരിയാണ്. ഞാൻ ബഹുജാതികൾക്ക് പിതാവാണ്. ഞങ്ങൾക്ക് മക്കളില്ല, എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഇനി മുതൽ ഞങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയും. ഇന്നിത് കേൾക്കുന്ന പലരും ജീവിത സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്തപ്പോൾ അങ്ങനെയുള്ളവർ അവരെക്കുറിച്ച് തന്നെ വലിയ കാര്യങ്ങൾ പറയുക. ഞാനൊരു അത്ഭുതമാണ്, ഞാനൊരു വിടുതലാണ്, ഞാനൊരു അനുഗ്രഹമാണ്, ഞാൻ നന്മ കാണാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ്, എന്നിൽ വലിയ വിടുതലുകളുണ്ട്, എന്നിൽ വലിയ അനുഗ്രഹമുണ്ട്, എന്നിൽ നിന്ന് നക്ഷത്രങ്ങളെ പോലെയുള്ള തലമുറകൾ ഉണ്ടാകും, ഞാൻ ബഹുജാതികൾക്ക് പിതാവാകും. എൻ്റെ ഭാര്യ മച്ചി എന്ന് പറഞ്ഞ് സമൂഹം കളിയാക്കിയവൾ, അവൾ ഒരു രാജകുമാരി, രാജകുമാരന്മാരെ പ്രസവിക്കും. അവളിൽ നിന്ന് രാജാക്കന്മാർ എഴുന്നേറ്റ് വരും. വലിയ കാര്യങ്ങൾ പറയുവാൻ അവൻ്റെ നാവിനെ ദൈവം അനുവദിച്ചപ്പോൾ അവനത് പറഞ്ഞു. അന്നു മുതൽ അവൻ്റെ പേര് മാറ്റിയിട്ടു, അവൻ്റെ ഭാര്യയുടെ പേര് മാറ്റിയിട്ടു. ഈ ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളുടെ പേര് മാറ്റും. തകർന്ന വീടെന്ന് പറയല്ലേ, പകരം അഭിവൃദ്ധിയുടെ വീട്. ഓ കടക്കണിയുള്ള വീടെന്ന് പറയല്ലേ, ഓ നന്മകൾ മാത്രമുള്ള അനുഗ്രഹത്തിൻ്റെ കലവറയാകുന്ന വീട്. എന്ത് പേര് പറയുമോ, എന്ത് വിശ്വസിക്കുന്ന അതങ്ങടാണ്. കർത്താവ് എനിക്കൊരു വീട് തന്നപ്പോൾ ഞാൻ ആ വീടിന് പ്രൈസ് ഗാർഡൻ ഇട്ടു, സ്തുതിക്കുന്ന ഒരു തോട്ടം. തോട്ടം എന്ന് പറയുമ്പോൾ മനോഹരമാണ്. അതാ പറുദീസയിൽ ആ സ്തുതി വെളിപ്പെട്ട ആ ഒരു ഓർമ്മയിൽ അങ്ങോട്ട് ഇട്ടതാണ്. കഴിഞ്ഞ ദിവസം എന്നെ ആരോ വിളിച്ചപ്പോൾ, അപ്പോൾ ഞങ്ങളുടെ അഡ്രസ്സ് ഇങ്ങനെയാണ്: പ്രൈസ് ഗാർഡൻ, അത് ജോഷി ജോസഫ്, പ്രൈസ് ഗാർഡൻ, പൂന്തോപ്പ് വാർഡ്, ആലപ്പി. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ അമേരിക്കയിൽ നിന്ന് വിളിച്ചു, പ്രൈസ് ഗാർഡൻ, പൂന്തോപ്പ്, രണ്ടും ഒരുപോലെ ഉണ്ടല്ലോ, മുഴുവനും പൂക്കളാണോ? അപ്പോഴാണ് ഞാനും ഓർത്തത്, പൂന്തോപ്പിൽ കൊണ്ടുവന്ന് പ്രൈസ് ഗാർഡൻ ഇട്ടിരിക്കുന്നു. അതായത് സുഗന്ധം, മനോഹാരിത. ഏദനിൽ നിന്ന് പുറപ്പെടുന്ന ആ നദി സകലത്തെയും പച്ചപ്പാക്കുന്നു, അല്ലേ? അപ്പോൾ നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മുടെ വീടിന് എന്ത് പേരിടണമെന്ന്. അതായത് ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ വളരെ കണ്ണുനീരും കയ്പും മാത്രമേ ഉള്ളൂ. വീട് കരകയറത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ ജീവിതം വഴിവിട്ടിപ്പോയവരാണ് ഞങ്ങൾ. നെഗറ്റീവ് പറയാൻ മാത്രം PhD എടുത്തവരായിരുന്നു ഞങ്ങൾ. വാ തുറന്നാൽ പറയും. ഇന്ന് ഒരു പരാജയത്തിൻ്റെ ദിവസമാണ്. വീട്ടിലൊക്കെ അമ്മയും വീട്ടിലുള്ള വല്യമ്മച്ചയൊക്കെ പറയും, അയ്യോ ഇന്ന് എനിക്കെന്തോ സംഭവിക്കാം, എന്തോ എനിക്കൊരു ആദി വരുന്നു, ഓ ഇന്നെന്തോ സംഭവിക്കും. അന്ന് എന്തെങ്കിലും സംഭവിക്കുകയും ചെയ്യും. അത് ഇതുകൊണ്ടല്ല. അപ്പോൾ പറയും കേട്ടോ. അപ്പോൾ അവരുടെ ദൈവാലോചന, അവരുടെ നിയോഗം ഇതാണ്. 24 മണിക്കൂർ ആദിയാണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസം സംഭവിക്കണ്ടേ. ഇങ്ങനെ ഇല്ലാത്ത ആദികളെ വിളിച്ചു വരുത്തിയ വീടുകളിൽ നിന്ന് വന്നതാണ്. എൻ്റെ കാലത്ത് ദൈവം എനിക്കൊരു ധൈര്യം തന്നു. പൂന്തോപ്പ് വാർഡിലാണ് ചെന്ന് പാർക്കാൻ പോയത്. എന്നിട്ട് ഞാൻ പ്രൈസ് ഗാർഡൻ എന്ന് പേരിട്ടു. നമ്മുടെ വീടുകൾക്ക് മാറ്റി പേരിടണം.
നമ്മുടെ ജീവിതത്തിന് തന്നെ നമ്മളൊരു പേരിടണം, പേരുകൾ മാറ്റണം. നെഗറ്റീവായിട്ടുള്ള പേരുകളിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രമാകണം. ഒരുപക്ഷെ അത് ആധാറിൽ നിന്ന് മാറ്റാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ പേരിനെ മാറ്റി വിളിക്കണം. ആരും അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം, ഞാനിതല്ല, ഞാനൊരു ജോഷുവയാണ്, ഞാനൊരു കാലേബാണ്, ഞാനൊരു ആമേൻ, ഇന്ന ഏതെങ്കിലും ഒരു പേരിട്ട് നിങ്ങളെ തന്നെ അങ്ങോട്ട് ചേഞ്ച് ചെയ്യും. എന്തിനാണ്? പോസിറ്റീവ് എനർജി ഉണ്ടാകണം. ആ പേരിൻ്റെ അർത്ഥം മനസ്സിലാക്കി നിങ്ങൾ വിളിക്കുക. നിങ്ങളുടെ പേര് എന്താണ്? അപ്പോൾ ഇത് തിരിച്ചറിയണം. അപ്പോൾ എനിക്ക് വർഷങ്ങളായിട്ട് എൻ്റെ പേരിൻ്റെ അർത്ഥം അറിയില്ല. ഞാൻ ഓർത്തു, എൻ്റെ അപ്പൻ എന്തിനാണ് എന്നെ ജോഷി എന്ന് പേരിട്ടത്? ഇത് വടക്കേ ഇന്ത്യയിലെ പേരാണോ, മനോഹർ ജോഷിയാണോ, ഇത് എന്തുട്ട് ജോഷിയാണ് എനിക്കറിയില്ല. ഈ ഗൂഗിളൊക്കെ വന്നപ്പോഴാണ്, ഇതൊന്ന് തപ്പി വന്നപ്പോഴാണ് അതിനകത്ത് അറിയുന്നത് ജോയ്, സന്തോഷം എന്നാണെന്ന്. ജോഷി എന്ന് പറഞ്ഞാൽ സന്തോഷം. എനിക്ക് വളരെ സന്തോഷമായി. ഈ എൻ്റെ പേര് ഗ്രഹപ്പിഴയെന്നോ ശകുനപ്പിശകെന്നോ ഒന്നുമല്ല, ഇത് സന്തോഷമാണ്. അപ്പം എൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം, അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. നമ്മുടെ പേരുകളെ നാം ശ്രദ്ധിക്കണം. അറിയാതെ മാതാപിതാക്കൾ യബ്ബേസിന് പേരിട്ടല്ലേ? എന്താ പേരിട്ടത്? ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് വ്യസനപുത്രൻ എന്ന് പേരിട്ടു. യബ്ബേസ് അവൻ ദൈവത്തോട് അപേക്ഷിച്ചു, നീ എൻ്റെ അതിര് മാറ്റണം, നീ എന്നെ വിശാലപ്പെടുത്തണം, അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരരുത്, നീ എന്നെ കാക്കണം. യബ്ബേസ് പ്രാർത്ഥിച്ചു. അവൻ അപേക്ഷിച്ചത് ദൈവം അവന് കൊടുത്തു. പിന്നത്തേതിൽ നമ്മൾ വായിക്കുന്നു, ആ ചരിത്രത്തിൽ തന്നെ യബ്ബേസ് എന്ന പട്ടണം അവിടെ മഹാന്മാർ പാർക്കുന്ന, ജ്ഞാനികൾ പാർക്കുന്ന ഒരു പട്ടണമായി അത് മാറി. യബ്ബേസ് ഒരു പട്ടണമായി. അവൻ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു? അവൻ ദൈവത്തോട് പറഞ്ഞു, എൻ്റെ അമ്മ എനിക്കിട്ട പേര് നെഗറ്റീവാണ്, പോരാ, ഞാനതിൽ അതൃപ്തനാണ്. ഇല്ല, എൻ്റെ സാഹചര്യം, എൻ്റെ അമ്മ പറഞ്ഞ വാക്ക്, എൻ്റെ വീട്ടിലുള്ള നെഗറ്റീവ് അന്തരീക്ഷം, ഞാൻ എന്നെക്കുറിച്ച് തന്നെ പറഞ്ഞ നെഗറ്റിവിറ്റി, ഇതെല്ലാം എനിക്ക് ക്യാൻസലായി കിട്ടണം. അങ്ങനെ ദൈവം അവൻ്റെ അതിര് വലുതാക്കി. അവൻ അതിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിച്ചു. അവനെക്കുറിച്ച് അവനും അവൻ്റെ വീട്ടുകാരും സമൂഹവും പറഞ്ഞൊരു പരിമിതിയുണ്ട്. അതിൽ നിന്ന് അവൻ പൊളിച്ച് അവൻ പുറത്തു വന്നത് ദൈവത്തിൽ ആശ്രയിച്ചു. അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് അപേക്ഷിച്ചു, എൻ്റെ അതിര് എനിക്ക് വിശാലമാക്കി തരണം. നിശ്ചയമായിട്ടും എനിക്ക് അനുഗ്രഹം വേണം. എൻ്റെ പേരിൽ ഒരു അനുഗ്രഹമില്ല, വ്യസനപുത്രനാണ്. വ്യസനിച്ച് ചാകാനല്ലാതെ എനിക്കൊരു ഉയർച്ചയില്ല. എന്നാൽ നിശ്ചയമായിട്ട് എനിക്കൊരു അനുഗ്രഹമാണ്. അവൻ അപേക്ഷിച്ചത് ദൈവം അവന് കൊടുത്തു. ഇതാണ് കർത്താവ്. ദൈവമക്കൾ ധൈര്യപ്പെടും. നിങ്ങളുടെ അവസ്ഥകളെ മാറ്റാൻ യേശു മതിയായവനാണ്. അപ്പോൾ ഭാവി വ്യക്തമല്ലാത്തപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുക. ജനിച്ച വീടും നാടും കൂടും ഒന്നും നോക്കണ്ട, ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക. നമ്മുടെ സാഹചര്യങ്ങളെ മുഴുവനും മാറ്റാനുള്ള അത്ഭുതം ദൈവം നമ്മുടെ വീട്ടിൽ ചെയ്യും. പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ ഇന്ന് ഈ വചനം പോലെ ഇവരുടെ പേരിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ നെഗറ്റീവ് അന്തരീക്ഷങ്ങളെയും ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. ഇവരിന്ന് വരെ ഇവരുടെ വീട്ടിൽ പറഞ്ഞു വന്ന വാക്കുകൾ നിമിത്തം ഇവർ ചെറുതായി പോകരുത്, കുറഞ്ഞു പോകരുത്, ഉറഞ്ഞു പോകരുത്. പകരം ഞങ്ങൾ യേശുവിൻ്റെ മക്കളെന്ന പേരിലേക്ക് വരുന്നു, യേശുവിൻ്റെ മക്കളെന്ന പദവിയിലേക്ക് വരുന്നു. ഒരു പുതിയ പേര് ഇവർക്കുണ്ടാകട്ടെ, ഒരു സൽപ്പേര് ഇവർക്കുണ്ടാകട്ടെ. ഇവരുടെ കുടുംബത്തിൽ നിന്റെ പേര് ഞാൻ വലുതാക്കുമെന്ന് അബ്രഹാമിനോട് പറഞ്ഞ അനുഗ്രഹം ഈ ജനത്തിൻ്റെ മേൽ വരട്ടെ. ഡിഗ്രി കൂടി 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 പേര് വലുതാകട്ടെ. കർത്താവിൽ പ്രസിദ്ധരായി പേര് വലുതാകട്ടെ. മീഡിയയിലൂടെ പേര് വലുതാകട്ടെ. സമ്പന്നതയിലൂടെ പേര് വലുതാകട്ടെ. ജ്ഞാനത്തിലൂടെ പേര് വലുതാകട്ടെ. വിദ്യാഭ്യാസത്തിലൂടെ പേര് വലുതാകട്ടെ. നല്ല മാതൃകാ ജീവിതത്തിലൂടെ, വിശുദ്ധ ജീവിതത്തിലൂടെ പേര് വലുതാകട്ടെ. ഇവരുടെ പേരുകൾ വലുതാകാൻ അപേക്ഷിക്കും. എല്ലാ ഞെരുക്കങ്ങളിൽ നിന്നും കടക്കെണികളിൽ നിന്നും പുറത്തു വരട്ടെ. അനുഗ്രഹിക്കും. രോഗബന്ധനങ്ങൾ അഴിയട്ടെ. സമാധാന നദി ഒഴുകട്ടെ. വീടുകൾക്ക് ഐശ്വര്യമുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. വിശ്വസിക്കുക മാത്രം ചെയ്യുക. മുന്നോട്ട് പോകാൻ ഒന്നുമില്ലാത്തപ്പോഴും കണ്ണും പൂട്ടി വിശ്വസിച്ച് നിങ്ങൾ സാഹചര്യങ്ങളെ മാറ്റി പേരിടുക. വൻ കാര്യങ്ങൾ നടക്കും. നമുക്ക് ഇന്ന് വൈകിട്ട് അനുഗ്രഹിക്കപ്പെട്ടൊരു ഉപവാസ പ്രാർത്ഥന 7 മണിക്കുണ്ട്. എല്ലാവരെയും ക്ഷണിക്കുന്നു. സൂമിലാണ് അത്. പിന്നത്തേതിൽ ലൈവായിട്ട്
നമുക്ക് വീണ്ടും യൂട്യൂബിൽ അതിനുശേഷവും കാണാൻ കഴിയും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത ദിവസവും ഒരുമിച്ച് പ്രഭാതത്തിൽ കൂടാം. ഗോഡ് ബ്ലെസ് യു.